ഏത് പാട്ടാ പാടിയത്? ഓ എനിക്കറിയത്തില്ല. മാളിയമ്പലത്തിലെ പാട്ട് അറിയാമോ? മാളിയമ്പലത്തിലെ പാട്ട് അറിയാമോ? ആ അപ്പൊ അത് കുഴപ്പമില്ല. അടുത്ത ആൾ സംസാരിച്ചു. ഹലോ, ഏത് പാട്ടാ പാടിയത്? ഇന്ന് പാടിയ പാട്ട് ബ്ലസ് ദ ലോർഡ് ഓഫ് മൈ സോൾ. ബ്ലസ് ദ ലോർഡ് ഓഫ് മൈ സോൾ പാടി. കവിത, ഒരു ഭ്രാന്തി എന്നൊരു കവിത പാടി. പിന്നെ സൗപർണിക എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ലൈറ്റ് മ്യൂസിക് മലയാളം. സൗപർണിക. മോന്റെ പേരെന്താ? നീരജ്. ധീരജ്. നീരജ്. നീരജ്. ധീരജ്. ഹായ്. എൻ്റെ പേര് അലൻ. ഞാൻ ഇവിടെ ലളിതഗാനമാണ് പാടിയത്. ഫോക്ക് സോങ്. ഏത് പാട്ട് പാടിയത്? ഫോക്ക് സോങ് ആക്ച്വലി രണ്ടെണ്ണം പാടി. എല്ലാം കൂടി തനത് പാട്ടാണ്. തനതാണ് അല്ലേ? ഫോക്കായിരുന്നു കാറ്റഗറി. ഫോക്ക് ലളിതഗാനം, ലൈറ്റ് മ്യൂസിക്. ഹായ്, ഹലോ. എൻ്റെ പേര് ദേവ. നമ്മുടെ പടത്തിലെ നായിക ലീഡ് ദേവനന്ദ. മാളിയമ്പലത്തിലെ കല്ലുവിന്റെ പേര് ദേവനന്ദ എന്നാണ്. ഞാൻ നമ്മുടെ ക്ലാസിക്കലാണ് പാടുന്നത്. ഓക്കെ, ഏതാ പാടിയത്? ലതാംഗിരാണ് മരുവേദം. ഹലോ, ഹലോ. എൻ്റെ പേര് ദിയ എന്നാണ്. ഞാൻ ഇന്നിവിടെ ലൈറ്റ് മ്യൂസിക് ആയിരുന്നു പാടിയത്. ഹരിതവനത്തിൻ്റെ എന്നൊരു പാട്ടാണ്. ഹലോ, ശ്രേയ മഹേഷ്. എനിക്ക് ഇന്നിവിടെ 3 റൗണ്ടിലായിട്ടായിരുന്നു കോമ്പറ്റീഷൻ. ഫോക്ക് സോങ്, റെസിറ്റേഷൻ ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക്. ഫോക്കിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത് തനത് ശൈലിയിലുള്ള പാട്ടുകളായിരുന്നു. മലയാള സമുദായക്കാർ പാടിയിരുന്ന സ്തുതിപ്പാട്ട് എന്ന് പറയുന്ന ഫോക്ക് സോങ്ങാണ് പാടിയത്. റെസിറ്റേഷൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഒരു കവിതയാണ്. പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ഹിന്ദോളം രാഗത്തിലെ പത്മനാഭ ബാഹി എന്ന കീർത്തനമാണ് പാടിയത്. ഹായ് സർ. ഹായ്. ശിവകൃഷ്ണൻ സാർ. ഇന്ന് ഞാൻ 3 ഐറ്റത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഫസ്റ്റ് കർണാട്ടിക് മ്യൂസിക്കിൽ പന്തുവരാളി രാഗത്തിൽ ശിവാനന്ദ കാമവർദ്ധിനി എന്ന് പറയുന്ന ഒരു കൃതി. ലൈറ്റ് മ്യൂസിക്കിൽ നീളാനദിയുടെ എന്ന് പറഞ്ഞൊരു സോങ് പാടി. ഫോക്ക് സോങ്ങിന് ഞാൻ പാടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ജഡ്ജസ് ഉദ്ദേശിച്ച പോലെ എനിക്ക് പാടാൻ പറ്റില്ല. ജഡ്ജസ് വിചാരിച്ചിരുന്നത് ഞാൻ ഒരു ഫാസ്റ്റ് നമ്പറായിട്ടുള്ള ഫോക്കായിരിക്കും പാടുന്നത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫോക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തുകൊണ്ടപ്പോ സ്ലോ ആയിട്ടുള്ള ഫോക്ക് സെലക്ട് ചെയ്തത്? ഫാസ്റ്റ് നമ്പറായിട്ടുള്ള ഫോക്സ് പാടുമ്പോൾ എനിക്ക് അതിൻ്റെ ലിറിക്സ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അത് തന്നെ ഫാസ്റ്റ് നമ്പർ ഫോക്സ് ഒക്കെ ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയാണ് സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശിവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ പാടിയത്. അത് മതി. അപ്പോൾ ഇവർക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്. ആക്ച്വലി എനിക്കൊരു ഐഡിയ ഇല്ല. സബ്റ്റ് ചെയ്യും. നമ്മൾ എന്താ ചെയ്യേണ്ടത് സാർ പറഞ്ഞു. നമ്മൾ ഇതിന്ന് എല്ലാവരും നല്ല ഗായകരാണ്. 7 പേരുണ്ട് അല്ലേ? 7 കാറ്റഗറിയിൽ നിന്നാണ് 7 പേര് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഞങ്ങളുടെ അടുത്ത സിനിമ, മാളികപ്പുറം ടീമിൻ്റെ അടുത്ത സിനിമ അഭിലാഷ എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന അർജുൻ അശോകൻ മെയിൻ ലീഡിൽ വരുന്ന സിനിമയിൽ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യുന്ന ആ സിനിമയിൽ നമ്മളൊരു സോങ് നൽകുന്നതായിരിക്കും. അവരുടെ ശബ്ദം തിയേറ്ററുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു അവസരം. ഞങ്ങള് പുറത്ത് പറയാതെ വെച്ച സസ്പെൻസ് ആണ് അവരെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. അർജുൻ അശോകനാണ് അടുത്ത ഹീറോ. അതാണ്. താങ്ക് യു. എനിക്ക് ഇപ്പൊ 7 പേര് പല കാറ്റഗറി ഓഫ് സോങ്സ് ആണ് പാടിയിരിക്കുന്നത്. എനിക്ക് അറിയേണ്ടത്, എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഒരു മിനിറ്റിൽ കൂടാതെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സോങ് 7 പേരും ഒന്ന് പാടിയാൽ നമുക്ക് ജഡ്ജ് ചെയ്യാം. ഞാൻ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മ്യൂസിക്കായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് അഭിലാഷ് പിന്നെ. ഞങ്ങൾ 5ാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് ശ്രീബാല, അതും അർജുൻ ആണ് നായകൻ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അഭിലാഷും പിന്നെ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച വളരെ ഒരു ബ്ലെസ്സിങ് ആണ് ജോസഫ് പോലത്തെ സിനിമയിൽ തുടങ്ങാൻ പറ്റിയത്. അതേപോലെ തന്നെ മ്യൂസിക്കലി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു മാളികപ്പുറം. അപ്പോൾ അതിൻ്റെ സംവിധായകനാണ് ഈ ഇരിക്കുന്നത്. ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് മാളികപ്പുറം ചെയ്യാൻ സാധിച്ചത്. ഇപ്പം ഞങ്ങളെല്ലാം അർജുനുണ്ട്, അർജുൻ നല്ലൊരു മ്യൂസിക് ലവറാണ്. അതേപോലെ തന്നെ അപർണയുണ്ട്. അപർണ പാലക്കാട്ടുകാരിയാണ്, ഞാനും പാലക്കാടാണ്. പാലക്കാട്ടുകാർക്ക് ബേസിക്കലി എന്തായാലും സംഗീതമായിട്ട് വളരെയധികം ഒരു ഇഷ്ടമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെ പറ്റി തമിഴ്നാടുള്ള സ്ഥലമല്ല, അവർ മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സംഗീതത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാം. ഒരു മിനിറ്റിൽ കൂടാതെയുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏത് സോങ് ആണെങ്കിലും കുഴപ്പമില്ല. ഇല്ല, അതിന് പിന്നെ നിങ്ങൾക്ക് സിനിമ പാടാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പം പാടിയല്ലേ? ആദ്യം പാടുന്നതാണ് ഓരോരുത്തരായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് വരണം. എല്ലാവരും അല്ല, ആദ്യത്തെ പാട്ട് ആരാണോ പാടുന്നത് അവർ ആരാണ് റെഡിക്ക് വരാം. ഓക്കെ, ഒരു നല്ല പേര് എടുക്കും.